എന്താ മോനെ, അവള് ഫോൺ എടുക്കുന്നില്ലേ? ഇല്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കൊണ്ടുപോകുമ്പോ ഒന്ന് പറയണ്ടേ അവള്? അതിനുള്ള സന്മനസ് പോലും അവള് കാണിച്ചില്ലല്ലോ. അല്ല, നമ്മളിപ്പോ എന്താ മോനെ ചെയ്യാൻ പോകുന്നത്? ഉടനെ ഒരു പരാതി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. അതെന്തിനാ? അല്ലെങ്കിൽ സാധനങ്ങൾ കാണാനില്ലെന്നും പറഞ്ഞ് അവള് പരാതി കൊടുക്കും. പ്രതിയാവാൻ പോകുന്നത് അമ്മയായിരിക്കും. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അമ്മ ഇതൊക്കെ എടുത്ത് വിറ്റുന്ന് അവള് പറഞ്ഞാലോ? എന്തിനും മടിയില്ലാത്തവളാ അവള്. വെറുതെ എന്തിനാ വയ്യാവേലി എടുത്ത് നമ്മുടെ തലയിൽ വെക്കുന്നത്? അത് ശരിയാ, വാദി പ്രതിയാവുന്ന കാലമാ. അവളെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ ഒരുപാട് ആളുകളും ഉണ്ട്. അതുകൊണ്ടാ സ്റ്റേഷനിൽ പരാതി കൊടുക്കാന്ന് ഞാൻ തീരുമാനിച്ചത്. നമസ്കാരം. നിങ്ങളെന്താ ഇവിടെ? പൊന്നുമണി അന്വേഷിച്ചാണെങ്കിൽ അവളിവിടെ ഇല്ല. അതെനിക്കറിയാലോ. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും പൊന്നുമണി ഇവിടെ ഉണ്ടായിരിക്കില്ല. അവളുടേതല്ലാത്ത വീട്ടില് അവൾ എങ്ങനെ താമസിക്കും? അവളുടെ അല്ലാത്ത വീടോ? അതെ, പൊന്നുമണി അവക്ക് കിട്ടിയ ഈ ഓഹരി എനിക്കങ്ങ് വിറ്റു. ഇപ്പൊ ഞാനാ അവളുടെ ഷെയറിന്റെ അവകാശി. കൈമളെ, സാറേ, എല്ലാം പെട്ടെന്നായിരുന്നു. ഒന്നും ആരെ അറിയിക്കാൻ പറ്റില്ല. പറഞ്ഞ തുകയേക്കാൾ കൂടുതലാ തങ്കച്ചി കൊടുത്തത്. പൊന്നുമണിക്ക് ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കിടക്കുന്ന ഫർണിച്ചറുകളും അടുക്കളയിൽ കിടക്കുന്ന പാത്രങ്ങളും അവൾക്ക് വേണമെന്ന്. എടുത്തോളാം മാഡം പറഞ്ഞു. മാഡത്തിന് എന്തിനാ ഈ പഴയ സാധനങ്ങൾ? ഡോക്ടറെ ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഇപ്പൊ തന്നെ കച്ചവടം ഉറപ്പിക്കാലോ. വേറൊന്നുമല്ല, ഇതിന്റെ നേർപകുതി ഇപ്പൊ മാഡത്തിന്റെ കയ്യിലാണല്ലോ. ബാക്കിയും കൂടെ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് മാഡത്തിന്. നിങ്ങളുടെ ഓഹരി വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയണം, മാഡം എടുത്തോളൂ. ഞങ്ങൾ വിൽക്കുന്നില്ല. അങ്ങനെ പറയരുത്. ഷേപ്പില്ലാത്തൊരു സ്ഥലമല്ലേ ഇത്. ഇതെന്തിനാ ഡോക്ടർക്ക്? പൊന്നുമണിക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ വില മാഡം നിങ്ങൾക്ക് തരും. കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഇത്ര വാശി പിടിക്കണോ? ഇപ്പൊ ഞാൻ നല്ല മനസ്സോടെയാ ചോദിച്ചത്. കുറെ കഴിയുമ്പോ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് കൊടുക്കാന്ന്. അന്നെന്റെ അടുത്ത് വരും. ആ സമയത്ത് ഇപ്പൊ കിട്ടുന്ന വില കിട്ടിയെന്ന് വരില്ല. തങ്കച്ചിയുടെ ബുദ്ധി മനസ്സിലായി. ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എൻ്റെ ഓഹരി ഞാൻ കൊടുക്കുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും കാലത്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാനിത് തങ്കച്ചിക്ക് തരില്ല. വേണ്ട, വാശി എപ്പോഴും നല്ലതാ. അങ്ങനെയുള്ളവരെനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്നാ പിന്നെ കൈമളെ, എല്ലാ സാധനവും എടുത്ത് അകത്തേക്ക് വെച്ചോ. ഞാൻ വാങ്ങിയ പോർഷനില് ഇന്നു മുതൽ താമസിക്കാൻ പോകുന്നത് കൈമള. ഡോക്ടറിന്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, ഒരു കൂട്ടായിക്കോട്ടെ. എന്താ കൈമളെ, തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആ, അതാണ്. എന്നാ കേറിക്കോ. രാഹുകാലത്തിന് മുമ്പ് താമസം തുടങ്ങുന്നതാ നല്ലത്. ഞാൻ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. നീ എന്റെ കാലി വീണ് യാചിക്കും. അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം. ഇനി ഞാൻ എന്ത് ചെയ്യും മോനെ? ഞാൻ എങ്ങനെ ഇതിനകത്ത് താമസിക്കും?
അതേതായാലും വേണ്ട. എടുക്കാനുള്ളതൊക്കെ എടുത്തോ, നമ്മൾ ഇറങ്ങുന്നു. എങ്ങോട്ട്? നീ താമസിക്കുന്ന വീട്ടിലേക്ക് എന്തായാലും ഞാൻ വരില്ല. അങ്ങോട്ടല്ല, അമ്മയെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്കാം. ഇവിടെ ഇനി എന്തായാലും താമസിക്കണ്ട. ചെല്ല്. എത്ര രൂപ കിട്ടി കമ്മീഷൻ? കമ്മീഷനോ? എന്തിന്റെ കമ്മീഷൻ? ഒന്നും അറിയാത്തതുപോലെ. സ്വാമി നല്ലൊരു ബ്രോക്കറാ. ആ ഫീൽഡില് കൂടുതൽ ശ്രദ്ധിച്ചാ അധികം വൈകാതെ ഒരു കോടീശ്വരനാവാം. അല്ല, അതിപ്പോ തന്നെ ആണോന്ന് ആർക്കറിയാം. താമസം ഒരു ചെറിയ മുറിയിലാണെന്ന് പറച്ചില്. നടത്തം മുണ്ടും ഷർട്ടും ഇട്ട്. കോട്ടും സൂട്ടും ഇട്ട സ്വാമിയും കണ്ടവരുണ്ടല്ലോ. എന്തൊക്കെയാ സാറായി പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഏത് സ്ഥലം കച്ചവടം ചെയ്തു എന്നായി പറയുന്നു? പൊന്നുമണിക്ക് കിട്ടിയ ഓഹരിയില്ലേ, അത് തങ്കച്ചി വാങ്ങിച്ചു. നിരഞ്ജൻ വിളിച്ച് പറഞ്ഞത് ഇവളോട്. ഇവര് പറയുന്നത് ആ ഇടപാടിന്റെ ഇടനിലക്കാരൻ സ്വാമിയാണെന്ന്. ഞാനല്ല എന്ന് പറഞ്ഞ ഇവര് കേൾക്കണ്ടേ? എന്റെ പൊന്നു സാറേ, സാർ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യൂ? താൻ ചെയ്യും. അത്രയ്ക്ക് വൃത്തികെട്ടവനാ താൻ. ഇല്ല മാഡം, എനിക്ക് ആ കച്ചവടത്തെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നോട് ചോദിച്ചിട്ടൊന്നല്ല തങ്കച്ചി ആ സ്ഥലം വാങ്ങിയത്. തങ്കച്ചി എന്തൊക്കെയോ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുന്നു. അതൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ്. വെറുതെ ഇല്ലാത്ത പറയരുത്. തന്റെ മുഖം കണ്ടാൽ അറിയാലോ താൻ നുണയാ പറയുന്നേന്ന്. ഇയാള് തന്നെയാ മോളെ, അത് സംശയിക്കണ്ട. ഞാനിത് എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? ശരി, ഞങ്ങൾ വിശ്വസിക്കാം. താൻ തങ്കച്ചി ഇപ്പൊ തന്നെ വിളിക്കണം. എന്നിട്ട് ഫോൺ സ്പീക്കറിലിടണം. സ്പീക്കറിലാണെന്ന് അവരറിയരുത്. എന്നിട്ട് താൻ സംസാരിക്കും. അതൊക്കെ വേണോ? അത് മോശല്ലേ? ആ, തനിക്ക് പേടിയാ കള്ളത്തരം പൊളിയോന്ന്. ഇപ്പൊ ഡാഡിക്ക് മനസ്സിലായല്ലോ, ഇയാളാണ് എല്ലാത്തിന്റെ ആണിക്കല്ലെന്ന്.